ഞങ്ങളുടെ നാട്ടിൽ കല്യാണപ്രായം എന്ന് പറയുന്നത് ഒരു എക്സ്പയറി ഡേറ്റ് പോലെയാണ്. 23 കഴിഞ്ഞാൽ പെണ്ണിനും 28 കഴിഞ്ഞാൽ ആണിനും ടെൻഷൻ അടപ്പിച്ച് തുടങ്ങും. വീട്ടുകാരും നാട്ടുകാരും കൂടി ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ലോകം അവസാനിക്കുമെന്ന മട്ടിൽ. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഒരു പെർഫെക്റ്റ് പ്രായമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിലില്ല. പ്രായത്തേക്കാൾ ഉപരി അതിനുവേണ്ട മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ടോ എന്നതാണ് ചോദ്യം. ഇന്ന് നമുക്ക് ഇതിൻ്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് മൊത്തം ഗംഭീരമായ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകളും ലക്ഷങ്ങൾ പൊട്ടിച്ചുള്ള ആഘോഷങ്ങളുമാണ്. പലർക്കും കല്യാണം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ ഫാൻസി പരിപാടിയാണ്. പക്ഷേ ഓർക്കുക, കല്യാണം ആ ഒരു ദിവസമല്ല, അത് കഴിഞ്ഞുള്ള ബാക്കി ജീവിതമാണ്. റീൽസിൽ കാണുന്ന ആ ഭംഗിയല്ല ജീവിതം. അവിടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ജെ 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 ഹേ എന്ന സിനിമ കണ്ടവർക്കറിയാം വെറുതെ എടുത്തുചാടി കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ. രണ്ടാളും മാനസികമായി തയ്യാറെടുക്കാതെ വെറും പ്രായം നോക്കി മാത്രം വിവാഹം കഴിക്കുന്നത് ഒരു വലിയ ട്രാപ്പാണ്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം പറയാം. ഇന്നും പല മാതാപിതാക്കളും കരുതുന്നത് പെൺകുട്ടികളെ വേഗം കെട്ടിച്ചു വിടുന്നത് അവരുടെ വലിയ ഒരു ഉത്തരവാദിത്തം തീർക്കലാണ് എന്നാണ്. പഠനം പാതി വഴിയിൽ നിർത്തിയും ഒരു ജോലി പോലും ആകാതെ വിവാഹം കഴിപ്പിക്കുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. പഠിപ്പും പണവും എന്തിനാണെന്ന് ചോദിച്ചാൽ, നാളെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നാൽ സ്വന്തം കാലിൽ നിൽക്കാൻ ആ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ പ്രാപ്തിയുണ്ടാകണം. ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടി തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെ സ്വന്തം മക്കളെ പ്രാപ്തരാക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അല്ലാതെ ബാധ്യത ഒഴിപ്പിക്കലല്ല വിവാഹം. നാട്ടുകാർക്ക് വേണ്ടി വിവാഹം കഴിക്കരുത്. കാരണം വിവാഹം കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നാട്ടുകാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. വിവാഹം ഒരു ഉത്തരവാദിത്തമാണ്. അത് രണ്ടാളും ചേർന്ന് എടുക്കേണ്ട തീരുമാനമാണ്. ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒന്നല്ല ഇത്. പ്രായം 30 ആയാലും 35 ആയാലും നിങ്ങൾക്ക് മാനസികമായി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് തോന്നുമ്പോൾ മാത്രം അതിലേക്ക് ഇറങ്ങുക. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൊടുക്കേണ്ട ബഹുമാനവും കരുതലും എന്താണെന്ന് മനസ്സിലാകുന്ന ആ നിമിഷമാണ് നിങ്ങളുടെ ശരിക്കുള്ള കല്യാണപ്രായം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കല്യാണം എന്നത് ഒരു റേസ് അല്ല. ആദ്യം ഫിനിഷ് ചെയ്യുന്നവർക്ക് മെഡലൊന്നും കിട്ടില്ല. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന സമയത്ത് മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. പെൺകുട്ടികളും ആൺകുട്ടികളും ആദ്യം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീട്ടുകാരുടെ നിർബന്ധമാണോ അതോ സ്വന്തം തീരുമാനമാണോ വലുത്? താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.